സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഇതുവരെ രണ്ടാളുകളെ ഞാൻ ഈ സമൂഹത്തിന് മുമ്പ് പത്രക്കാരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചു. അവർ സ്വർണം കൊണ്ടുവന്നവരും അറിയുന്ന എങ്ങനെയാണ് പോലീസ് അടിച്ചു മാറ്റിയത്. മുഖ്യമന്ത്രി പറഞ്ഞ പോലെ മുഖം തിരിച്ചിരുത്തി മഹത്വവൽക്കരിക്കുകയല്ല ചെയ്തത്. ആ കുടുംബം ഉൾപ്പെടെ കേരളത്തിലെ സമൂഹത്തോട് ഞങ്ങൾ ഇങ്ങനെ കൊടുന്നു, ഇങ്ങനെ പോലീസ് ചെയ്തു. ആ കുടുംബം, ആ വ്യക്തികളെ, ആ രണ്ട് വ്യക്തികളെടുത്ത് പോയിട്ട് പോലും ഇതുവരെ ഈ പറയുന്ന SIT അന്വേഷണം നടത്തിയിട്ടില്ല. അപ്പോൾ അത് പ്രഹസനമായി പോകുന്നു. ഇപ്പം എൻ്റെ പേരിൽ കേസെടുക്കാൻ എന്താ മാർഗം? SIT ഉൾപ്പെടെ കേരളത്തിലെ ഈ പറയുന്ന ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ കേസെടുക്കട്ടെ എന്ന്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇതൊക്കെ കാണുന്നുണ്ടല്ലോ. ഹൈക്കോടതിയുടെ മുന്നിൽ ഇതൊക്കെ വരുന്നുണ്ട്, അവർ കാണുന്നും കേൾക്കുന്നുണ്ട്. അപ്പം അവരും ബഹുമാനപ്പെട്ട കോടതികൾ ഇത് മനസ്സിലാക്കുന്നുണ്ട്. ആ നീതിപീഠത്തിൻ്റെ മുന്നിൽ ഞാൻ പോകും, ഞാൻ പറയാനല്ലേ പറയും. ജനങ്ങളോട് ആദ്യം പറയും, പിന്നെ അതിൻ്റെ ലീഗൽ ആക്ഷൻ ബഹുമാനപ്പെട്ട കോടതിയിലാണ്. ആ പണിയിലേക്ക് ഞാൻ നീങ്ങുമല്ല, എന്ത് ചെയ്യാൻ പറ്റും? അല്ലല്ല, ഞാൻ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന കേസിൻ്റെ പറഞ്ഞത്. മറ്റേ കേസിൽ ചില തടസ്സങ്ങളുണ്ട്. കാരണം ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കോടതി സ്വാഭാവികമായിട്ടും ആ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് വരട്ടെ, എന്നിട്ട് അതിൽ കാര്യമായിട്ട് പാകപ്പിഴകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചിട്ട് നോക്കാം എന്നാണ് ലീഗൽ അഡ്വൈസ് കിട്ടിയിരിക്കുന്നത്. അല്ല, അത് പഠിച്ചേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ ഓടിപ്പോയി FIR ക്വാഷ് ചെയ്യണം എന്ന് പറയുന്നത് എന്താ പറയുക, അതിൻ്റെ ലീഗാലിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് ആലോചിച്ചിട്ട് നമ്മൾ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ കോടതിയിൽ ബോധ്യപ്പെടുത്ത കേസിന് നടക്കണം. നോട്ടീസ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. നോട്ടീസ് കിട്ടിയിട്ടില്ലെങ്കിൽ നോട്ടീസ് പോയി നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകണം. അതെങ്ങനെയാണ് രാഷ്ട്രീയമായിട്ട് കാണും? അല്ല, അതിന് മറുപടി കൊടുക്കും. അതിന് രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ട് നേരിടും. അത്രയേ ഉള്ളൂ. ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഒരു ഇഞ്ച് പുറകോട്ട് പോകാൻ തയ്യാറില്ല. ഞാൻ കൊടുത്ത പരാതി പാർട്ടിക്കാണ്. പാർട്ടി ആ കൊടുത്ത കവറൊന്ന് പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് പൊട്ടിച്ച് നോക്കിയിരുന്നെങ്കിൽ ഒരിക്കലും പാർട്ടി സെക്രട്ടറി P. ശശിക്കെതിരെ അൻവർ തന്ന പരാതിയിൽ കഴമ്പില്ല എന്നൊരിക്കലും പറയില്ല. അത് കഴമ്പുണ്ട് എന്ന് കേരളത്തിലെ കോടാനക്കോടി ജനങ്ങൾ ഒരു ഘട്ടത്തിൽ എനിക്കത് പുറത്ത് വിടിയിച്ചു. അവർ ജനങ്ങളും സഖാക്കളും പരിശോധിച്ചുകൊണ്ടിരിക്കില്ലേ. അപ്പം അതങ്ങനെ പോട്ടെ. തിങ്കളാഴ്ച ചിലപ്പോൾ പ്രയാസമായിരിക്കും. കാരണം ഞായറാഴ്ച നമ്മുടെ ഈ സമ്മേളനം കഴിഞ്ഞ് രാത്രി വൈകി പോകാൻ കഴിയുമെന്നറിയില്ല. കാരണം സമ്മേളനത്തോടു കൂടി ഇത് അവസാനിക്കുകയല്ലല്ലോ. സമ്മേളനത്തോട് കൂടിയിട്ട് ഈ പാർട്ടിയുടെ എന്താ പറയുക ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ 1-2 ദിവസം അതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ നിൽക്കേണ്ടി വരും. അല്ല, അത് പരിശോധിച്ചുകൊണ്ടിരിക്കണം. 2 ആംഗിൾ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് നോക്കാം നമുക്ക്. ഇപ്പോഴും താങ്കൾക്കെതിരെ ഇന്നലെ ഉൾപ്പെടെ അല്ല, ഈ ഭീഷണി മുദ്രാവാക്യം അത് അവർ അച്ചടിച്ച് ഈ പാവപ്പെട്ട സഖാക്കളെ കൊണ്ട് അത് മുദ്രാവാക്യം വിളിപ്പിച്ചുകൊണ്ടൊന്നും ഈ വിഷയം അവസാനിക്കുന്നില്ല. അപ്പോൾ അതിൽ എനിക്ക് ഈ പാവപ്പെട്ട സഖാക്കൾ അതിനു വേണ്ടി വിടുന്നവരോട് പറയാനുള്ളത്, എൻ്റെ മേലേക്ക് എടുത്താൽ ഞാൻ തിരിച്ചടിക്കും. അതിന് യാതൊരു തർക്കമില്ല. അപ്പം ഈ പറഞ്ഞു വിടുന്നവരെ മേലേക്കല്ല പോവുക. ഈ മുദ്രാവാക്യം വിളിക്കുന്നവരും എന്നെ മെക്കെട്ട് കയറാൻ വരുന്നവരില്ല. ഇതിനെ പറഞ്ഞു വിടുന്നൊരു ടീമുണ്ട് കേരളത്തിൽ. ഇതിങ്ങനെ വർദ്ധിച്ചു വരുന്നതിൻ്റെ കാരണം അതാ. എന്നെ കൈകാര്യം ചെയ്യാൻ പറഞ്ഞു വരുന്നവരുടെ തലക്കാണ് ആദ്യം അടിക്കേണ്ടത്. അതെന്നെ കൊന്നാലും അടിക്കാനും അതിനുള്ള സംവിധാനം ഉണ്ടാവും. അപ്പോൾ അത് അങ്ങനെ അങ്ങോട്ട് വെറുതെ വിട്ടിട്ട് ആ രീതിയിൽ പോകാൻ കഴിയുന്നത് ആരും വിചാരിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ കാണാം. അന്ന് ചിലപ്പോൾ ഇത് പറയാൻ ഞാനുണ്ടാവില്ല. പക്ഷേ അന്ന് നിങ്ങളിത് പറയണം. മനസ്സിലായില്ലേ? ഇങ്ങനെ PV അൻവർ പറഞ്ഞിരുന്നു. ഇത് വെള്ളരിക്ക പട്ടണം എന്നല്ല. വെള്ളരിക്ക പട്ടണത്തിൽ ഒരു പലതും കൈകാര്യം ചെയ്ത് പോയിട്ടുണ്ട്. ആ ദമ്മം വെച്ച് എൻ്റെ നെഞ്ചത്തേക്ക് വരാൻ നിൽക്കണ്ട.